ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് ലാബുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജിയോജിബ്ര എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാത്തമാറ്റിക്സ് ലാബ് ചെയ്യുന്നത്. ലാബ് എക്സാമിന് വേണ്ടി നമുക്ക് 8 ലാബുകളാണ് പഠിക്കാനുള്ളത്. 4 എണ്ണം +1 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടും 4 എണ്ണം +2 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടും. ഇനി ഈ ലാബ് 0 എന്ന് പറയുന്നത് ഈ 8 ലാബിലും ഉൾപ്പെടുന്നതല്ല. ലാബ് 0 എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ലാബാണ്. അതായത് ഈ ജിയോജിബ്ര ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ടൂൾസ് എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ള ലാബുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യം നമുക്ക് ജിയോജിബ്രയുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ സ്കൂളുകളിലെ സിസ്റ്റം തുറക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലെയുള്ള ഒരു പേജായിരിക്കും. ഇതിൽ നിന്ന് ആദ്യം ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം അതിൽ വരുന്ന എഡ്യൂക്കേഷൻ എടുക്കുക. എഡ്യൂക്കേഷനിൽ നിന്ന് ജിയോജിബ്ര എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ജിയോജിബ്ര എന്ന ആപ്പ് ഓപ്പണായി വരുന്നത് കാണാം. ഇതാണ് ജിയോജിബ്ര എന്ന ആപ്പ്. നമുക്കിത് മാക്സിമൈസ് ചെയ്യാം. ലാബ് 0ൽ ഫസ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 0.1 ആണ്. ആക്ടിവിറ്റി 0.1 പറയുന്നത് ടു ഫെമിലറൈസ് ദ ഇൻ്റർഫേസ് ഓഫ് ജിയോജിബ്ര. അതായത് നമ്മൾ ജിയോജിബ്ര എന്ന ഈ ആപ്പിൽ ലാബ് ചെയ്യാനായിട്ട് എന്തെല്ലാം ടൂൾസാണ് ഉപയോഗിക്കുന്നത് അതിനെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടുക, അതായത് ഒന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി 0.1. ഈ ലാബ് 0ൽ പറയുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നന്നായി മനസ്സിലാക്കി, അതുപോലെ തന്നെ ജിയോജിബ്രയിലുള്ള ടൂൾസുകളെല്ലാം നന്നായി മനസ്സിലാക്കിയാൽ മറ്റുള്ള ലാബുകളിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാർ കാണാം. അതാണ് മെനു ബാർ. മെനു ബാറിൽ വരുന്നതാണ് ഫയൽ, എഡിറ്റ്, വ്യൂ, ഓപ്ഷൻസ്, ടൂൾസ്, വിൻഡോ, ഹെൽപ്പ്. ഇത്തരം 6 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബാറിനെ നമ്മൾ പറയുന്നതാണ് മെനു ബാർ. അപ്പോൾ ഈ മെനു ബാറിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഫയൽ. ഈ ഫയലിൻ്റെ അകത്ത് വരുന്നതാണ് ന്യൂ വിൻഡോ, അതുപോലെ ഓപ്പൺ വരുന്നുണ്ട്, സേവ് വരുന്നുണ്ട്, സേവ് അസ്, പ്രിൻ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ. ഇനി ജിയോജിബ്രയുടെ ഈ പേജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് പുതിയൊരു പേജ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ കൊടുക്കാം. അതുപോലെ തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അതെല്ലാമാണ് ഫസ്റ്റ് ഫയൽ എന്നുള്ള ഈ ഓപ്ഷനിൽ വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് വരുന്ന ഓപ്ഷനാണ് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ. ഇതിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ കാണുന്നത് പോലെയുള്ള അൺഡു ഓപ്ഷൻ, അതുപോലെ റീഡു ഓപ്ഷൻ, അതുപോലെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി ഈ മെനു ബാറിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് വ്യൂ എന്നുള്ള ഓപ്ഷൻ. ഇതിലും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൾജിബ്ര, ഗ്രാഫിക്, സ്പ്രെഡ്ഷീറ്റ്, അങ്ങനെ. അടുത്തത് വരുന്നതാണ് ഓപ്ഷൻസ്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഇതിൽ വരുന്നതാണ് ടൂൾസ്, അതുപോലെ വരുന്നതാണ് വിൻഡോസ്, പിന്നെ ഹെൽപ്പ്. ഇത്രയും 6 കാര്യങ്ങളാണ് മെനു ബാറിൽ വരുന്നത്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അടുത്തതായിട്ട് വരുന്നതാണ് ടൂൾ ബാർ. ഇവിടെ ഒത്തിരി ടൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ ടൂൾസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് മൂവ്മെൻറ്റ് ടൂൾ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം മൂവ് എന്ന്. ഇപ്പം നമുക്ക് ഗ്രാഫിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഓപ്ഷൻസാണ് മൂവ് അറൗണ്ട് എ പോയിൻറ്റ്, ഫ്രീ ഹാൻഡ് ഷേപ്പ്, അതുപോലെ പെന്ന്. ഇപ്പോൾ ഗ്രാഫിൽ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പെന്ന് യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തത് വരുന്നതാണ് പോയിൻ്റ് ടൂള്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഞാനിവിടെ പോയിൻ്റ് എടുത്തു. എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്കതിൻ്റെ എക്സ്പ്രഷൻ വരും, ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ. ഇതിനെ നമ്മൾ ആൾജിബ്രേക്ക് വ്യൂ എന്നാണ് പറയുക. ഇത് അതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ ആണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ പോയിൻറ്റിൻ്റെ ഈ കോർഡിനേറ്റ്സ് ഇവിടെ കാണിക്കുമ്പോൾ അതിൻ്റെ ആൾജിബ്രേക്ക് എക്സ്പ്രഷനാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പോയിൻ്റ് എവിടെയാണ് ഗ്രാഫിൽ എക്സാക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് ഈ ഗ്രാഫിക്കൽ വ്യൂവിൽ കാണിച്ചിട്ടുള്ളത്.
ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിൽ എവിടെ വേണമെങ്കിലും ഒരു പോയിൻ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ എൻ്റെ കഴ്സർ എടുക്കുന്നത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ എവിടെയെങ്കിലും ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പോയിൻ്റാണ് വരിക. എത്ര പോയിൻ്റ് വേണമെന്നുണ്ടെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കഴ്സർ നമ്മൾ എവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തണം, ഈ മൂവ് എന്നുള്ള ടൂളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് പോയിന്റുകളോ ലൈനുകളോ ഒക്കെ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇനി മൂവ് എന്ന ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊന്നും വരില്ല. ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അറിയാതെ നമ്മളിതുപോലെ കുറേ പോയിൻറ്റ്സുകളോ ലൈനുകളോ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. അപ്പം തന്നെ അൺഡു ചെയ്തിട്ട് അൺഡു ബട്ടൺ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഈ അൺഡു ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ സെഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പം ഞാൻ മറ്റുള്ള പോയിൻറ്റ്സുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ പോയിൻ്റ് എന്നുള്ള ടൂളിൽ ഇനിയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. എല്ലാം ഞാൻ ഒരുമിച്ച് പറയുന്നില്ല. അടുത്തതായിട്ട് വരുന്ന ടൂളാണ് ലൈൻ ടൂള്. ലൈൻ ടൂളിലും അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ, ലൈൻ വരയ്ക്കാൻ, റേ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ടൂളാണ് ലൈൻ ടൂള്. ഒരു പോയിന്റിൽ നിന്ന് വെക്ടർ വരയ്ക്കാൻ അതിനൊക്കെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ ലൈൻ ടൂൾസ്. ഇതിൽ വരുന്നതാണ് പെർപെൻഡിക്കുലർ ലൈന്, പാരലൽ ലൈന്, ആംഗിൾ ബൈസെക്ടർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ് സ്പെഷ്യൽ ലൈൻ ടൂള്. ഇനി അടുത്തത് വരുന്നതാണ് പോളിഗൺ ടൂള്. ഇതിൽ വരുന്നതാണ് റെഗുലർ പോളിഗൺ, റിജിഡ് പോളിഗൺ അങ്ങനെയുള്ള പോളിഗൺ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസാണിത്. പിന്നെ അതുപോലെ വരുന്നതാണ് സർക്കിൾ ടൂള്. സർക്കിൾ വരയ്ക്കുന്ന ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സർക്കിൾ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് കോണിക് സെക്ഷൻ ടൂൾസ്. ഇതിൽ വരുന്നതാണ് എലിപ്സ്, ഹൈപ്പർബോള, പരാബോള ഇതൊക്കെ ഇതിൽ വരും. പിന്നെ വരുന്നതാണ് മെഷർമെൻറ്റ് ടൂള്. അതുപോലെ അടുത്തത് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ ടൂള്. അടുത്ത ടൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് വരുന്നത്. ഇതിലുള്ള എല്ലാതും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെ ടെക്സ്റ്റ്, ഇമേജ്, ബട്ടൺ, ചെക്ക് ബോക്സ്, ഇൻബോക്സ്. ഈ ഒരു ടൂളാണ് മറ്റെല്ലാ ലാബിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അടുത്ത ടൂളാണ് ഗ്രാഫിക്സ് ടൂള്. ഈ ഗ്രാഫിക്സ് ടൂൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിക്സിൽ, അതായത് ഈ ഗ്രാഫിലുള്ള ഗ്രാഫ് നമുക്ക് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം എന്നുണ്ടെങ്കിലൊക്കെ, അതുപോലെ ഗ്രാഫ് കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കിയിട്ട് കാണാൻ പറ്റും. പിന്നെ സൂം ചെയ്യാൻ സൂം ഇൻ, സൂം ഔട്ട്, ഡിലീറ്റ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വിൻഡോ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് സ്റ്റാൻഡേർഡ് വ്യൂവിലായിരിക്കില്ല കിടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് ആക്കാനായിട്ട് കൺട്രോൾ എം എന്ന് പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂവിലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് വ്യൂവിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺട്രോൾ എം ക്ലിക്ക് ചെയ്തിട്ട്, അതല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് മാറ്റിയിട്ട് വേണം ലാബ് ചെയ്ത് തുടങ്ങാൻ. ഇനി ഇവിടെ അടിയിലുള്ള ഈ ബാറിനെ നമ്മൾ പറയുന്നതാണ് ഇൻപുട്ട് ബാർ. ഇവിടെയാണ് നമ്മൾ ഫങ്ഷൻസ് എല്ലാം കൊടുക്കുന്നത്. ഞാനിവിടെ എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്. അതായത് ഈ ഫംഗ്ഷൻ y=x എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ ഗ്രാഫിക്കൽ വ്യൂവിൽ കിട്ടും. ഇതതുപോലെ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇനി നമ്മളിവിടെ എൻ്റർ പ്രസ് ചെയ്തിട്ടില്ല. എൻ്റർ കൊടുക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇവിടെ വരുന്നത്. അതാണ് ആൾജിബ്രിക് വ്യൂ. ഇനി എനിക്കിത് വേണ്ട, ഇത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം അവിടെ നിർത്തിയാൽ മതി. ആവശ്യമില്ലാത്തത് നമുക്കിതുപോലെ ഹൈഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇനി നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു ഫംഗ്ഷനും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ ഇൻപുട്ട് ബാറിൽ കൊടുത്താൽ മതി. സപ്പോസ് ഞാനിവിടെ x² എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ x² കൊടുക്കാൻ ആദ്യം എക്സ് ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മൾ സ്ക്വയർ ഇടണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്യാപ്പ് കൊടുക്കുക, എന്നിട്ട് 2 കൊടുക്കുക. ക്യാപ്പ് എന്നുള്ള ബട്ടൺ നമ്പർ 6 ആണ്. ഷിഫ്റ്റും നമ്പർ 6ഉം കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപ്പ് വരും. സോ ഫംഗ്ഷൻ്റെ ആൾജിബ്രിക് വ്യൂവും ഗ്രാഫിക്കൽ വ്യൂവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലൈൻ ഹൈഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് കളയാം. സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാം. ഇതുപോലെ ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണോ നമുക്ക് വേണ്ടത് അതിവിടെ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ടൂളിൽ വന്നിട്ട് സ്ലൈഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ സ്ലൈഡറാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഗ്രാഫിൽ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. ഇനി ഇതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കണം. ഇവിടെ ഡിഫറെൻറ്റ് സ്ലൈഡേഴ്സ് നമുക്ക് കാണാം. നമ്പർ സ്ലൈഡർ, ആംഗിൾ സ്ലൈഡർ, ഇൻഡിജസ് സ്ലൈഡർ. ഇവിടെ ലെറ്റർ എ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്ലൈഡറിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താണോ പേര് കൊടുക്കുന്നത് അതായിരിക്കും നമ്മൾ ഗ്രാഫിക്കൽ വ്യൂവിൽ വരിക. ഇനി ഇവിടെ അതുപോലെ തന്നെ മിനിമം വാല്യൂ, അതുപോലെ സ്ലൈഡറിൻ്റെ മാക്സിമം വാല്യൂ, ഇൻക്രിമെൻ്റ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് -5ഉം +5ഉം ഒക്കെ എടുക്കുന്നത്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇൻക്രിമെൻ്റ് ഇവിടെ 1 എന്ന് കൊടുക്കുകയാണ്. അതായത് -5 മുതൽ +5 വരെ 1 എന്നുള്ള ഇൻക്രിമെൻറ്റിലുള്ള ഒരു സ്ലൈഡറാണ് നമുക്ക് കിട്ടുക. അതായത് -5, -4, -3, -2, പിന്നെ 0, 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ ഒരു സ്ലൈഡർ നമുക്കിവിടെ ഗ്രാഫിൽ കിട്ടും. ഇനി ഒരു കഴ്സർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നീക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇൻക്രിമെൻറ്റ് 1 കൊടുത്തത് കൊണ്ടാണ് ഇത് 0, 1, 2, 3, 4 അങ്ങനെ മാറുന്നത്. അപ്പോൾ അത് ആൾജിബ്രൈക് വ്യൂവിലും നമുക്ക് ആ നമ്പർ ഇത് നീങ്ങുന്നതിനനുസരിച്ചിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ്. റീനെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഇവിടെ ആനിമേഷൻ, ഈ ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ കൊടുത്ത ആനിമേഷൻ നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമേ അത് ഓഫ് ആവുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഓഫ് ചെയ്യാനായിട്ട് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ എന്നുള്ളത് ഓഫ് കൊടുക്കുക. ഇപ്പോൾ അത് ഓഫായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ലൈഡർ എന്ന ടൂളാണ് ആക്റ്റീവായിട്ടുള്ളത്. സോ ഞാൻ വെറുതെ ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സ്ലൈഡറിൻ്റെ ബോക്സാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അടുത്ത സ്ലൈഡർ ഇവിടെ വരും. ജസ്റ്റ് വെറുതെ നമ്മൾ ഗ്രാഫിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും സ്ലൈഡർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ സ്ലൈഡർ എന്ന ടൂളാണ് ലൈവായിട്ട് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ ഏത് ടൂൾ എടുത്താലും തിരിച്ച് മൂവ് എന്ന ടൂൾ വന്ന് ആക്റ്റീവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ ലാബ് മാനുവലിൽ പറയുന്ന ആക്ടിവിറ്റി ഒന്ന് നോക്കുക. ആക്ടിവിറ്റി 0.2 ആദ്യം പറയുന്നത് ക്രിയേറ്റ് എ സ്ലൈഡർ എന്നാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്രിയേറ്റ് എ സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 1. അത് നമ്മളിപ്പോൾ ചെയ്തു. ഇനി സെക്കൻഡ് നോക്കുക. ഇനി അതിൽ തന്നെ താഴെയായിട്ട് പറയുന്നുണ്ട് രണ്ടാമതായിട്ട് പ്ലോട്ട് ദ പോയിൻറ്റ് ക്യാപിറ്റൽ A, A,A². അതിൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ടിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ A = ബ്രാക്കറ്റിനകത്ത് A,A² എന്ന് കൊടുക്കുക. പിന്നെ പറയുന്നത് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ ആൻഡ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് A. അപ്പോൾ നമുക്ക് അതിൽ പറഞ്ഞതുപോലെ ആദ്യം ആ പോയിൻ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഇൻപുട്ടിൽ നമുക്കതുപോലെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞതുപോലെ കൊടുക്കാം. ക്യാപിറ്റൽ A = ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ A,A² എന്ന് കൊടുക്കുക. A² കൊടുക്കാൻ സ്മോൾ ലെറ്റർ A എന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്യാപ്പ് 2 എന്ന് കൊടുക്കുക. ക്യാപ്പ് അടിക്കാൻ ഷിഫ്റ്റും നമ്പർ 6ഉം ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ പോയിൻ്റ് നമുക്ക് ഗ്രാഫിക്കൽ വ്യൂവിൽ കിട്ടും. ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കിവിടെ ആൾജിബ്രൈക് വ്യൂവിലും കാണാൻ പറ്റും. ഇനി സ്ലൈഡർ നീക്കിയിട്ട് നമുക്ക് ഈ A എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഈ സ്ലൈഡർ ഞാൻ പതുക്കെ നീക്കുകയാണ്. ഇപ്പോൾ A എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് A2 വന്നു കഴിഞ്ഞപ്പോൾ A², അതായത് 4ലാണ് നിൽക്കുന്നത്. ഇനി സ്ലൈഡർ ഞാൻ നീക്കിയിട്ട് A = 1 കൊടുക്കുകയാണ്. A = 1 കൊടുക്കുമ്പോൾ 1 എന്ന പോയിൻറ്റിൽ നമുക്ക് കാണാം. അതേപോലെ 0 ആയപ്പോൾ A = 0 ആയപ്പോൾ 0, 0. A = -1 ആയപ്പോൾ -1, 1 എന്നുള്ള പോയിൻറ്റിൽ A കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ലൈഡർ നമ്മൾ നീക്കുന്നതിനനുസരിച്ചിട്ട് ഈ പോയിൻ്റ് ഇവിടെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. -2 വന്നപ്പോൾ 4 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ -2, 4 എന്ന പോയിൻറ്റിൽ A എന്ന് പറഞ്ഞ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യിക്കാൻ ഈ പോയിൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ എന്നുള്ളത് ഓൺ കൊടുക്കുക. അപ്പോൾ ആനിമേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പോയിൻ്റ് മൂവ് ചെയ്യുന്നത് 0, 0, 1, 1, 2, 4, 3, 9 എന്നിങ്ങനെയാണ്. അതായത് നമ്മളിവിടെ ഇൻക്രിമെൻറ്റ് 1 കൊടുത്തത് കൊണ്ടാണ് ആ 1 എന്നുള്ള ഗ്യാപ്പിൽ അതങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻക്രിമെൻറ്റ് വേറെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും ഗ്രാഫ് വരിക. ഇനി ഈ സ്ലൈഡർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ആരോ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാട്ടും നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റും.
ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇൻക്രിമെൻറ്റ് നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാത്ത് നമുക്ക് ഒന്നുകൂടി നീറ്റായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇൻക്രിമെൻ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ആദ്യം നമ്മൾ കൊടുത്തത് 1 എന്നായിരുന്നു. ഇനി നമുക്കത് മാറ്റിയിട്ട് 0.1 എന്നോ 0.01 എന്നൊക്കെ മാറ്റി ഒന്ന് കൊടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുക. ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നമുക്ക് ഇൻക്രിമെൻറ്റ്, അതുപോലെ മാക്സിമം മിനിമം പോയിൻ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻക്രിമെൻ്റ് എന്നുള്ളത് 1 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഞാനിവിടെ 0.01 എന്ന് കൊടുക്കുകയാണ്. ഇനി ഈ സ്ലൈഡർ പതുക്കെ മൂവ് ചെയ്ത് നോക്കുക. മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഈ പോയിൻറ്റിൻ്റെ പാത്ത്, പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഗ്രാഫിക്കൽ രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും നമുക്കതിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ഞാനിവിടെ ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ടുള്ളത് 0.01 എന്നാണ്. ഇപ്പോൾ പോയിൻറ്റ് വളരെ സ്ലോ ആയിട്ടായിരിക്കും, അതായത് കണ്ടില്ലേ ഗ്രാഫ് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഫുള്ളായിട്ട് ഒരു പരാബോളയുടെ ഷേപ്പിലായിട്ട് ഇതിങ്ങനെ നീങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ആനിമേഷൻ ഓൺ ചെയ്ത് നോക്കിയിട്ടും നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതിന് വീണ്ടും ഇതേപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ എന്നുള്ളത് ഓൺ ചെയ്ത് നോക്കുക. ആനിമേഷൻ ഓൺ ആക്കുക. അപ്പോൾ കണ്ടില്ലേ പാത്ത് വളരെ സ്പീഡിൽ, കുറച്ചുകൂടി സ്പീഡിലായിട്ട് മൂവ്മെൻറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഈ ആനിമേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്താലും അത് ഓഫ് ആവുന്നതാണ്. ഇവിടെയുള്ള ഈ പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആനിമേഷൻ ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും ഓഫ് ആക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി പറയുന്നത് ട്രേസ് ദ പോയിൻ്റ് എ എന്നാണ്. അതിന് വേണ്ടിയിട്ട് പോയിന്റിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ബോക്സിൽ നിന്ന് ട്രേസ് ഓൺ എന്നുള്ളത് കൊടുക്കുക. ട്രേസ് ഓൺ ചെയ്തു. ഇനി ഇവിടെ ആനിമേഷൻ എന്നുള്ളതും കൂടി ഓണാക്കി കൊടുക്കുക. അപ്പോൾ ആനിമേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ പാത്ത് ക്ലിയർ ആയിട്ട് ട്രേസ് ചെയ്തിട്ട് ഗ്രാഫായിട്ട് പരാബോളയുടെ ഗ്രാഫ് നമുക്കിവിടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഫുള്ള് ബ്ലൂ കളറിൽ പരാബോള, ആ ഗ്രാഫ് നല്ല നീറ്റായിട്ട് x² ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ x² എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ബ്ലൂ കളർ. നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ചേഞ്ചൊക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ പോയിൻ്റ് എടുത്തത് ശ്രദ്ധിക്കുക. പോയിൻ്റ് എടുത്തത് a,a² എന്നാണ്. അതിൻ്റെ y വാല്യൂ എടുത്തിട്ടുള്ളത് a² എന്നാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ x² എന്നുള്ള ഗ്രാഫ് കിട്ടിയത്. ഇനി ആ പോയിൻ്റ് നമ്മൾ a³ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് x³ എന്നുള്ള ഗ്രാഫാണ് കിട്ടുക. അവിടെ a⁴ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ x⁴ എന്നുള്ള ഗ്രാഫ് കിട്ടും. എന്താണോ നമ്മൾ y വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഗ്രാഫിൽ വരിക. ഇവിടെ എ എന്ന പോയിൻ്റ് കിടക്കുന്നത് ഈ ഗ്രാഫിൻ്റെ മുകളിലായിട്ടാണ്. അതായത് നമ്മളിവിടെ എടുത്ത പോയിൻ്റ് 2.91 ആണ്. അപ്പോൾ 2.91 2.91² അങ്ങനെയാണ് ഈ പോയിൻ്റ് നമുക്കിവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് വേണം, ഞാനിപ്പോൾ ഈ പോയിൻ്റ് ഒന്ന് മാറ്റിയിട്ട് 2 എന്ന പോയിൻ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ a = 24 എന്ന പോയിൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി പറയുന്നത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ പോയിൻ്റ് എ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇൻപുട്ട് ബോക്സ് എടുക്കുക. ഇൻപുട്ട് ബോക്സ് എടുക്കാൻ ഈ സ്ലൈഡർ ടൂളിൽ വന്നിട്ട് ഇൻപുട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണോ ഇൻപുട്ട് ബോക്സ് വേണ്ടത് അവിടെ ഗ്രാഫിൽ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. അപ്പോൾ ഇതിൽ ആദ്യം ചോദിക്കുന്നത് ക്യാപ്ഷൻസ് ആണ്. ക്യാപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഏത് പോയിൻറ്റിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ആ പോയിൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ പോയിൻ്റ് എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അടുത്തത് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ പോയിൻ്റ് സെലക്ട് ചെയ്യുക. A24 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഇത് ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോക്സ് ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിനകത്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ വരും. a² എന്നുള്ളത് അവിടെ ബോക്സിനകത്ത് വരും. ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് a² സ്ഥാനത്ത് a³ എന്നോ a⁴ എന്നോ എന്താണോ നമുക്ക് ഫംഗ്ഷൻ വേണ്ടത് അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിവിടെ a³ എന്ന് കൊടുത്ത് നോക്കാം. a³ കൊടുക്കാൻ a⁻3 എന്ന് കൊടുക്കുക. ക്യാപ്പ് കൊടുക്കാൻ Shift+6 ചെയ്താൽ മതി. വെറുതെ 3 എന്ന് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ക്യാപ്പ് വരില്ല. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എ എന്ന് പറഞ്ഞ പോയിൻ്റ് കിട്ടും. അതായത് 28 എന്നുള്ള പോയിൻ്റ്, 2⁻3 എന്ന് പറയുമ്പോൾ 28 എന്നുള്ള പോയിൻ്റ് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ട്രേസ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിൻറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും. ട്രേസ് ഓൺ ചെയ്തിട്ട് ആനിമേഷൻ ഓൺ ആക്കുക. ആനിമേഷൻ നമുക്കിവിടെ വന്നിട്ട് ഓൺ ചെയ്യാം. ഈ സൈഡിൽ ഓൺ ആക്കിയപ്പോൾ നമുക്കതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ബ്ലൂ കളറിൽ അതിൻ്റെ പാത്ത് നല്ല ക്ലിയർ ആയിട്ട് ആ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എ ക്യൂബ് കൊടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതായത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് എക്സ് ക്യൂബ് എന്നുള്ളത് ഗ്രാഫാണ് എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് ബോക്സ് ഇവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇതുപോലെ f(x)(4) എന്നുള്ള ഒരു ഗ്രാഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്നുള്ള പോയിൻ്റ് എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞ പോയിൻ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ A സ്മോൾ ലെറ്റർ a(a)(4) എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് x(4) എന്നുള്ളതിൻ്റെ ഗ്രാഫ് കിട്ടും. ഇത്രയുമാണ് ആക്ടിവിറ്റി 0.2 ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതിൽ പറയുന്നത്. ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് ട്രേസ് ഓൺ ചെയ്യാം, എങ്ങനെ ആനിമേഷൻ ഓൺ ചെയ്യാം, എങ്ങനെ ഇൻക്രിമെൻറ്റ് മാറ്റി കൊടുക്കാം, ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഗ്രാഫൊക്കെ വരിക. പക്ഷേ അതൊക്കെ എങ്ങനെ കൊടുക്കണു എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ലാബിനൊക്കെ കയറുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് 4 പേര് 5 പേരൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചെയ്ത് നോക്കാറ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒരു വട്ടെങ്കിലും അല്ലെങ്കിൽ 2-3 തവണയെങ്കിലും ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാലേ എക്സാമിനേഷൻ ഈസി ആവുള്ളൂ. ഇപ്പോഴും കുട്ടികളുടെ അടുത്ത് ആനിമേഷൻ ഓണാക്കാൻ അല്ലെങ്കിൽ ട്രേസ് ഓണാക്കാനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഏത് ക്ലിക്ക് ചെയ്യുമ്പോഴാണോ അത് ഓൺ ആവുന്നത് എന്നുള്ളത് അവർ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളതാണ് മാത്സ് ലാബ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ലാബ് എക്സാമിനേഷന് പോയാൽ മതി. എൻ്റെ ഈ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്